നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വെനിസ്വേലയെ അമേരിക്ക ആക്രമിച്ചപ്പോഴും മഡുറോയെ തടവിലാക്കിയപ്പോഴും ആർക്കും നൊന്നില്ലെങ്കിലും വേദനിച്ചത് കേരളത്തിലെ CPM-നാണ്. ഇതോടെ US തെമ്മാടി രാഷ്ട്രവും ആഗോള കൊള്ളക്കാരനും ഒക്കെയായി മാറി സഖാക്കന്മാർക്ക്. MA ബേബി മുതൽ M സ്വരാജ് വരെയുള്ളവർ US-നെതിരെ ആഞ്ഞടിച്ച് സോഷ്യൽ മീഡിയയിലൂടെയും പുറത്തും രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം തന്നെയാണ് ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ തീ കൊളുത്തിയ ഹിന്ദു വിശ്വാസി ഖോഖോൺ ചന്ദ്രദാസ് കൊല്ലപ്പെട്ടത്. എന്നാൽ അതിനെതിരെ തെരുവിലിറങ്ങാനോ യുനൂസിനെതിരെ എന്തിന് ബംഗ്ലാദേശിലെ അക്രമികൾക്കെതിരെ ഒരു വാക്ക് പോലും പറയാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറായിട്ടില്ല. മഡുറോയെ തടവിലാക്കിയതിനെതിരെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയവർ ബംഗ്ലാദേശിൽ ക്രൂരമായി കൊല്ലപ്പെട്ട 4 ഹിന്ദു വിശ്വാസികളെയും മറന്നു. ഇതിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. BJP നേതാവ് യുവരാജ് ഗോകുലും ഇതിനെതിരെ വിമർശനം ഉന്നയിച്ചു. വെനിസ്വേലയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങിയവർ ഇതുവരെ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കരച്ചിൽ കേട്ടിട്ടില്ല. സഖാക്കളെ പിന്നോട്ട് എന്നാണ് യുവരാജിന്റെ പോസ്റ്റ്. വെനിസ്വേല ഏത് ഭൂഖണ്ഡത്തിലാണെന്ന് പോലും അറിയാത്ത അന്തം കമ്മികളാണ് പ്രതിഷേധിക്കുന്നതെന്ന് ചിലർ കമന്റ് ചെയ്യുന്നുണ്ട്. എവിടെയോ കിടക്കുന്ന അമേരിക്ക, മറ്റെവിടെയോ കിടക്കുന്ന വെനിസ്വേല, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാണ് ഈ കൊച്ചു കേരളത്തിലുള്ള നാട്ടുകാരുടെ നെഞ്ചത്ത് കയറുന്നതെന്നും ചിലർ ചോദിക്കുന്നുണ്ട്. നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, വെനിസ്വേലയിലെ ജനങ്ങൾക്ക് വേണ്ടി രാത്രിക്ക് രാത്രി CPM തെരുവിലിറങ്ങി എന്നാണ് ABVP സംസ്ഥാന സെക്രട്ടറി ശ്രീഹരി പറയുന്നത്. പക്ഷേ റഷ്യ ഉക്രൈൻ കടന്ന് കയറുന്നുണ്ട്, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ ചുട്ടുകൊല്ലുന്നുണ്ട്, യമനിൽ സൗദി അറേബ്യ ബോംബിട്ട് തകർക്കുന്നുണ്ട്. CPM-ന്റെ പൊടി പോലും കണ്ടിട്ടില്ല എന്നും ആരോപിക്കുന്നു. തൊട്ടടുത്ത് ബംഗ്ലാദേശിൽ പച്ചയ്ക്ക് കത്തിക്കുകയാണ് ഹിന്ദുക്കളെ. രാത്രി പോയിട്ട് സോഷ്യൽ മീഡിയയിൽ പോലും പ്രതിഷേധിക്കാൻ CPM-ന് കഴിഞ്ഞിട്ടില്ല. യുദ്ധം ആര് ചെയ്യുന്നു എന്നതാണ് നിങ്ങളുടെ പ്രശ്നം, ഇതാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നും ചോദിക്കുന്നു. പ്രകടനമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് വരണം. നിങ്ങളുടെ മന്ത്രി ജെട്ടി അടിച്ചു മാറ്റിയതിന് 3 വർഷം ജയിലിലേക്ക് പോകുന്നുണ്ട്, അതുകൂടി ഒന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീഹരി തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നതും.